ഹായ്. അപ്പം നമ്മൾ ഇന്നലെ പൈത്തൺ ഡാറ്റ കളക്ഷൻസിൽ ലിസ്റ്റ് ഡിസ്കസ് ചെയ്തു അല്ലേ? അപ്പം ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ടപ്പിൾ ആണ്. അപ്പം ഇന്നത്തെ ക്ലാസ് ടപ്പിൾ ആയിരിക്കും. ടപ്പിളിൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ടപ്പിൾ ആക്സസ് ചെയ്യാൻ പറ്റുമോ, എങ്ങനെയാണ് ആക്സസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് മോഡിഫിക്കേഷൻസ് വരുത്തേണ്ടത്, ഇതൊക്കെയാണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ക്ലാസ്സിലോട്ട് പോവാം. So let's start with the tuple. Okay. എന്താണ് ടപ്പിൾ എന്ന് പറയുന്നത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. എന്താണ് ടപ്പിൾ? ടപ്പിൾ എന്ന് പറയുന്നത് ഒരു കളക്ഷൻ ഓഫ് ഡാറ്റയാണ് അല്ലേ? അത് റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു പാരന്തസിസിന്റെ അകത്താണ്. ഓക്കെ, റൗണ്ട് ബ്രാക്കറ്റ്സിന്റെ അകത്താണ് നമ്മൾ യൂഷ്വലി എന്നല്ല, അത് കമ്പൽസറി ആണ്, റെപ്രസെന്റ് ചെയ്യേണ്ടത് പാരന്തസിസിന്റെ അകത്താണ്. ഓക്കെ, പിന്നെന്താണ് ടപ്പിളിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്? ഇറ്റ് ക്യാൻ ഹോൾഡ് ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സ്. ലിസ്റ്റും അതെ, ലിസ്റ്റിനും എന്ത് ചെയ്യാൻ പറ്റും? ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സ് ഹോൾഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെന്താ, ഓർഡേർഡ് ആണ് അല്ലേ? ഇൻഡെക്സ് ബേസ്ഡ് ആണ്, സോ ഓർഡേർഡ് ആണ്. പിന്നെന്താ, ഇമ്മ്യൂട്ടബിൾ ആണ്. വാട്ട് യു മീൻ ബൈ ഇമ്മ്യൂട്ടബിൾ? നമുക്ക് വാല്യൂസ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതായത് മോഡിഫിക്കേഷൻ ഇമ്പോസിബിൾ ആയിട്ടുള്ള കേസിനെയാണ് ഇമ്മ്യൂട്ടബിൾ എന്ന് പറയുന്നത്. ലിസ്റ്റിന്റെ കേസിലാണെങ്കിൽ ലിസ്റ്റ് എന്ന് പറയുന്നത് മ്യൂട്ടബിൾ ആണ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മോഡിഫിക്കേഷൻ പോസിബിൾ ആണ്. പക്ഷെ ടപ്പിളിന്റെ കേസിൽ ഇമ്മ്യൂട്ടബിൾ ആണ്, നമുക്ക് വാല്യൂസ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, ഓർഡർ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല, ആൻഡ് റിമൂവ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ടപ്പിൾ എങ്ങനെയാ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഓക്കെ, ജസ്റ്റ് ഏതെങ്കിലും ഒരു വേരിയബിൾ നെയിമിൽ നമുക്ക് എന്ത് ചെയ്യാം? ടപ്പിൾ അസൈൻ ചെയ്ത് കൊടുക്കാം. റൗണ്ട് ബ്രാക്കറ്റ്സിനകത്താണ്, ഈ റൗണ്ട് ബ്രാക്കറ്റ്സിനെ പറയുന്നതാണ് പാരന്തസിസ്. ഓക്കെ, ഇതിനകത്താണ് നമ്മൾ ടപ്പിളിലെ ഡാറ്റ ഇൻസേർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഫസ്റ്റ് വൺ ടൈഗർ, ലയൺ, ബണ്ണി. ഓക്കെ, ഇങ്ങനെ ഡാറ്റാസ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ഫീച്ചേഴ്സ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ്? ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സ് ഹോൾഡ് ചെയ്യുന്നുണ്ട് അല്ലേ? അതായത് ഇപ്പം നമ്മൾ ഇത്രയും കൊടുത്തിട്ടുള്ളത് സ്ട്രിങ് ആണ്. ഇൻ കേസ് നമുക്ക് ഇതിലെ നമ്പേഴ്സ് ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്പേഴ്സും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ഇനി പ്രിന്റ് ചെയ്ത് നോക്കാം. ജസ്റ്റ് വേരിയബിൾ നെയിം കൊടുത്താലും നമുക്ക് ലിസ്റ്റ് പ്രിന്റ് ചെയ്യിക്കാം. ടപ്പിൾ പ്രിന്റ് ചെയ്യിക്കാൻ നേരത്തെ ലിസ്റ്റിൽ പറഞ്ഞതുപോലെ തന്നെ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ലിസ്റ്റ് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യാം. ഇതുണ്ടോ, നമ്മുടെ ടപ്പിൾ റൺ ചെയ്ത് വന്നു. ഓക്കെ, ലിസ്റ്റിൽ പറയുന്നത് പോലെ തന്നെ ടപ്പിളിന്റെയും ലെങ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, എങ്ങനെ ലെങ്ത് നമ്മൾ ലിസ്റ്റിൽ എങ്ങനെയാണ് കണ്ടത് അതുപോലെ തന്നെയാണ് ടപ്പിളിനും ലെങ്ത് ഫൈൻഡ് ചെയ്യുന്നത്. ലെൻ എന്നുള്ള എന്താ ഫങ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ ലെങ്ത് ഫൈൻഡ് ചെയ്യുന്നത്. ലെൻ ഓഫ് ആനിമൽ, നമ്മുടെ ടപ്പിളിന്റെ നെയിം എന്തായിരുന്നു? ആനിമൽ. സോ ലെൻ ഓഫ് ആനിമൽ 6 എന്ന് വന്നു. കണ്ടോ, ഇതിന്റെ എത്ര മെമ്പേഴ്സ് ഉണ്ട് ഇതിൽ? 6 മെമ്പേഴ്സ് അല്ലേ? സോ ഇതിന്റെ കൗണ്ട് എന്ന് പറയുന്നത് 6 ആണ്. ദെൻ ഹൗ ടു ക്രിയേറ്റ് സിംഗിൾ വാല്യൂ ടപ്പിൾ. യൂഷ്വലി നമ്മൾ ലിസ്റ്റിലൊക്കെ ആണെങ്കിൽ സിംഗിൾ വാല്യൂ മാത്രം ജസ്റ്റ് കൊടുത്താൽ മതി. ബട്ട് ടപ്പിളിൽ അങ്ങനെ കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യും? എറർ ഡിറ്റക്ട് ചെയ്യും. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് കൊടുത്തു നോക്കാം. ഫ്ലവർ എന്നുള്ള ടപ്പിൾ ക്രിയേറ്റ് ചെയ്യണം ഞാൻ. ഓക്കെ, ഫ്ലവർ. റോസ് മാത്രമേ എനിക്ക് ഇതിനകത്ത് വാല്യൂസ് ആയിട്ട് വേണ്ടു. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും നമ്മൾ യൂഷ്വലി കൊടുക്കുക അല്ലേ? ജസ്റ്റ് ഇതൊന്ന് പ്രിന്റ് ചെയ്യുക. ഇത് ടപ്പിളായിട്ട് വന്നോ? ഇല്ല, ജസ്റ്റ് അതെന്ത് ചെയ്തു? റോസ് എന്നുള്ളത് പ്രിന്റ് ചെയ്ത് വന്നത് മാത്രമേ ഉള്ളൂ. അത് ടപ്പിളിന്റെ ഫോമിലാണോ? നോ. അതെങ്ങനെയാ നമുക്കറിയാം? ടൈപ്പ് നോക്കാം. നമുക്ക് ഒരു വേരിയബിൾ നെയിമിൽ ഏത് ടൈപ്പ് ഡാറ്റ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം?
ടൈപ്പ് യൂസ് ചെയ്യാം. ഓക്കെ, വേരിയബിൾ മീൻസ് വേരിയബിളിൻ്റെ വാല്യൂ അല്ല, വേരിയബിൾ ഏത് ടൈപ്പിലാണ് സേവ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ടൈപ്പ് യൂസ് ചെയ്തിട്ട് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ടൈപ്പ് ഓഫ് ഫ്ലവർ സ്ട്രിങ് ആണെന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇത് നമുക്ക് ഇതിൻ്റെ അകത്തുള്ള വാല്യൂ സ്ട്രിങ് ആണ്. ഓക്കെ, ഫ്ലവർ എന്നുള്ളത് എന്താണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്? ടപ്പിളായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ടൈപ്പ് ചോദിക്കുമ്പോൾ എന്താ വരേണ്ടത്? ടപ്പിൾ എന്നാണ് വരേണ്ടത്. നമുക്ക് അനിമലിൻ്റെ ടൈപ്പ് ചോദിച്ചാലോ? ടൈപ്പ് ഓഫ് ആനിമൽ. കണ്ടോ, ടപ്പിളാണ് ഇതിൻ്റെ ഡാറ്റ ടൈപ്പ്. സോ ഇത് നമുക്ക് ടപ്പിളായിട്ട് കിട്ടിയില്ല. വൈ? എന്തെന്ന് വെച്ചാൽ ടപ്പിളിൽ സിംഗിൾ വാല്യൂ ആണ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ വാല്യൂ കഴിഞ്ഞതിന് ശേഷം ഒരു കോമ ഇട്ട് കൊടുക്കണം. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്കൊരു സിംഗിൾ വാല്യൂ ടപ്പിൾ പ്രിന്റ് ചെയ്ത് കിട്ടുള്ളൂ. ഓക്കെ, കണ്ടോ, ഇത് എന്താ? ഇപ്പം ടപ്പിളായി. പാരന്തസിന്റെ അകത്താണ് റോസ് വന്നിട്ടുള്ളത്. സോ ഇറ്റ് ഈസ് എ ടപ്പിൾ. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ടപ്പിൾ തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ടൈപ്പ് ഓഫ് ഫ്ലവർ. സോ ടപ്പിൾ. കണ്ടോ, ഇതെന്താ? ഇപ്പോൾ ടപ്പിളായിട്ട് മാറി. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താ വരുന്നത്? എ ടപ്പിൾ ക്യാൻ കണ്ടെയ്ൻ ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സ്. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്തത് ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സിലാണ് അല്ലേ? ടപ്പിൾസ് എന്താണ്? ഡിഫറെൻറ്റ് ഡാറ്റാസ് എന്ത് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അല്ലാണ്ടും നമുക്ക് എന്ത് ചെയ്യാം? സെപ്പറേറ്റ് ആയിട്ട് ഡാറ്റാസ് എന്താ ഇനിഷ്യലൈസ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ അനിമൽസിൽ ആനിമൽ മാത്രമാണ് കൊടുക്കുന്നത്, സ്ട്രിങ് ആണ് അല്ലേ? ജസ്റ്റ് എന്താ എന്ന് കൊടുത്തിട്ട് നമുക്ക് നമ്പേഴ്സ് മാത്രം കൊടുക്കാം. 1 2 3 4 5. ഓക്കെ, ഇങ്ങനെയും കൊടുക്കാം. ഏത് ഡാറ്റയിൽ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ടപ്പിൾ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഇനി എങ്ങനെയൊക്കെ നമുക്ക് ടപ്പിൾ ആക്സസ് ചെയ്യാൻ പറ്റും? നമ്മൾ ലിസ്റ്റിൽ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെയാണ് ടപ്പിളിലും വരുന്നത്. ക്യാൻ ആക്സസ് യൂസിങ് ഇൻഡെക്സ് അല്ലെങ്കിൽ ഇൻഡെക്സ് റേഞ്ച് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടപ്പിൾ ആക്സസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പം നമ്മൾ നമ്മിൽ എന്ത് കൊടുത്തിട്ടുണ്ട്? വാല്യൂസ് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അല്ലേ? അങ്ങനെ നമ്മ എന്ന് പറയുന്ന ടപ്പിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിലെ ഒരു വാല്യൂ നമുക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? എന്തായിരുന്നു നമ്മുടെ ടപ്പിളിന്റെ പേര്? നം അല്ലേ? സോ നമ്മ വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാം. അപ്പൊ നമ്മിലെ എത്രാമത്തെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് ഇൻഡെക്സിലെ വാല്യൂ ആണ് വേണ്ടതെങ്കിൽ നം ഓഫ് വൺ അല്ലേ? നം ഓഫ് വൺ എന്ത് ചെയ്യണം? നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടണം. ഓക്കെ, കണ്ടോ, നം ഓഫ് വൺ എന്ന് പറയുന്നത് എന്താണ്? 2 ആണ് അല്ലേ? ഇൻഡെക്സ് നമ്പർ 1-ലുള്ളത് ഏത് വാല്യൂ ആണ്? നമ്പർ 2 ആണ്. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ടപ്പിള് ആക്സസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ലിസ്റ്റിൽ കണ്ടതുപോലെ തന്നെ എന്ത് ചെയ്യാം? റേഞ്ച് വെച്ചിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെയാ റേഞ്ച് വെച്ചിട്ട് ചെയ്യാം? നം ഓഫ് ഇത് എപ്പോഴും ഈ സ്ക്വയർ ബ്രാക്കറ്റ് ഇൻഡെക്സിനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. ഇൻഡെക്സ് മെൻഷൻ ചെയ്യുമ്പോൾ എപ്പോഴും സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്യാം. ഓക്കെ, നമുക്കിപ്പോഴ് ഫസ്റ്റ് ഇൻഡെക്സ് മുതൽ 4 വരെയാണ് വേണ്ടതെങ്കിലോ? അപ്പോൾ 2 3 4 ഇൻഡെക്സ് നമ്പർ 4 വരെ കൊടുക്കണം അല്ലേ? അപ്പം 1 2 4 ഇൻഡെക്സ് നമ്പർ 4 വരെയുള്ള വാല്യൂ ആണ് നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടേണ്ടത്. സോ റൺ ചെയ്യാം. ഓക്കെ, 2 3 4. ഓക്കെ അല്ലേ?
പിന്നെ ലിസ്റ്റിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ടിങ് റേഞ്ച് കൊടുക്കാണ്ട് എൻഡിങ് റേഞ്ച് മാത്രം കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യിക്കാം, പ്രിന്റ് ചെയ്യിക്കാൻ പറ്റും. ഓക്കെ, പിന്നെയോ സ്റ്റാർട്ടിങ് റേഞ്ച് കൊടുത്തിട്ട് എൻഡിങ് റേഞ്ച് മെൻഷൻ ചെയ്യാണ്ട് നമുക്ക് പ്രിന്റ് ചെയ്യിക്കാം. ഓക്കെ, അപ്പം ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ടപ്പിളിനെ ആക്സസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് എന്താ പറയുന്നത്, നെക്സ്റ്റ് നമുക്ക് വരുന്നത് യൂസ് ബിൽറ്റ് ഇൻ ഫങ്ഷൻ. അതായത് ബിൽറ്റ് ഇൻ ഫങ്ഷൻ, ടപ്പിളിൻ്റെ ബിൽഡിംഗ് ഫങ്ഷൻ ഉണ്ട്. ബിൽഡിംഗ് ഫങ്ഷൻ മീൻസ് എന്താ, ഓൾറെഡി പ്രോഗ്രാമേഴ്സ് ചെയ്തു വെച്ച ഫങ്ഷൻ അല്ലേ. അപ്പം ടപ്പിളിൻ്റെ ബിൽറ്റ് ഇൻ ഫങ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ടപ്പിൾ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പം എക്സ് എന്നുള്ള വേരിയബിളിൽ ടപ്പിൾ എന്നുള്ള കീവേഡ് യൂസ് ചെയ്തിട്ട് ഞാൻ ഒരു നെയിം, ഇപ്പൊ എന്താ നെയിം കൊടുക്കുക, രാവൺ. ഓക്കെ, ഇതിനെ എനിക്ക് എന്ത് ചെയ്യണം, ടപ്പിൾ ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ടപ്പിൾ എന്നുള്ള ബിൽഡിംഗ് ഫംഗ്ഷൻ യൂസ് ചെയ്യും. ജസ്റ്റ് ഇതൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. കണ്ടോ, റാവണിന് എന്തായിട്ട് കിട്ടി, ടപ്പിൾ ആയിട്ട് കിട്ടി. ഓക്കെ, ഓരോരോ ആൽഫബറ്റ്സ് നമുക്ക് എന്തായിട്ട് കിട്ടി, ഒരു ടപ്പിളിലെ വാല്യൂസ് ആയിട്ട് കിട്ടി. അപ്പൊ ഇങ്ങനെയാണ് ബിൽഡിംഗ് ഫംഗ്ഷൻ വെച്ചിട്ട് നമ്മൾ ഒരു ടപ്പിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് എന്താ, കോൺകാറ്റിനേഷൻ ഓഫ് ടപ്പിൾ. കോൺകാറ്റിനേഷൻ മീൻസ് എന്താണ്, രണ്ട് ടപ്പിൾസിനെ ജോയിൻ ചെയ്യിക്കുന്നതാണ് കോൺകാറ്റിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കോൺകാറ്റിനേഷൻ മീൻസ് രണ്ട് ടപ്പിൾസിനെ നമ്മൾ ജോയിൻ ചെയ്യിക്കുന്നതിനാണ് കോൺകാറ്റിനേഷൻ എന്ന് പറഞ്ഞാൽ. അതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ ആണ് പ്ലസ് ഓപ്പറേറ്റർ. അപ്പം നമുക്ക് ഇതെങ്ങനെയാ ചെയ്യേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, നമ്മൾ ഇപ്പം 2-3 ടപ്പിൾസ് ക്രിയേറ്റ് ചെയ്തു അല്ലേ. എന്തൊക്കെയായിരുന്നു, ആനിമൽസ്, ഫ്ലവേഴ്സ്. ഫ്ലവറിൽ ഒരു മെമ്പർ മാത്രമേ ഉള്ളൂ, സോ ഫ്ലവർ വേണ്ട. ആനിമൽസ് ഉണ്ട്, ഉണ്ട് ആൻഡ് എക്സ് ഉണ്ട് അല്ലേ. അപ്പം ആനിമലും നമ്മും നമുക്ക് എന്ത് ചെയ്യാം, കോൺകാറ്റിനേഷൻ നടത്താം. ഓക്കെ, അപ്പം പുതിയൊരു വേരിയബിളിലേക്കായിരിക്കും നമ്മൾ ഇതിനെ ചേഞ്ച് ചെയ്യുന്നത്. സോ എക്സ് എന്നുള്ള വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. അതിലേക്ക് ഏതൊക്കെ വേണം, നം, ടപ്പിൾ, ആനിമൽ ആൻഡ് നം അല്ലേ. ഇത് രണ്ടിനെയും കോൺകാറ്റിനേഷൻ ആണ് നമുക്ക് വേണ്ടത്. ജസ്റ്റ് ഒന്ന് എക്സ് പ്രിന്റ് ചെയ്യുക. കണ്ടോ, ആനിമൽ എന്ന ടപ്പിളിലെ വാല്യൂസ് ആദ്യം വന്നു. ഓക്കെ, ദെൻ ഇത്രയും നമ്മിലെ വാല്യൂസ് ആയിരുന്നു. ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് മീൻസ് മിക്സ് ജോയിൻ ചെയ്തിട്ട് ഒരു പുതിയൊരു ടപ്പിളായിട്ട് മാറി. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഡിലീറ്റ് ടപ്പിളാണ്. എങ്ങനെയാണ് ടപ്പിൾ ഡിലീറ്റ് ചെയ്യുക, നമ്മൾ ലിസ്റ്റിൽ പഠിച്ചതുപോലെ തന്നെയാണ്. എന്താ, ലിസ്റ്റിൽ പഠിച്ചതുപോലെ തന്നെയാണ്, ഡെൽ യൂസ് ചെയ്തിട്ടാണ്, ഡെൽ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ടപ്പിൾ ഡിലീറ്റ് ചെയ്യുക. ഓക്കെ, ഡെൽ നമുക്ക് ഫ്ലവർ ഡിലീറ്റ് ചെയ്യാം. ഫ്ലവറിൽ ഒരു വാല്യൂ മാത്രമേ ഉള്ളൂ. സോ നമുക്ക് എന്ത് ചെയ്യാം, ഡെൽ ഫ്ലവർ കൊടുക്കാം, ജസ്റ്റ് റൺ ചെയ്യാം. അപ്പം എന്തായിട്ടുണ്ടാവും, ഈ ഫ്ലവർ ഡിലീറ്റ് ആയിട്ടുണ്ടാവും. നമുക്ക് ജസ്റ്റ് ഫ്ലവർ പ്രിന്റ് ചെയ്ത് നോക്കാം. എറർ കാണിക്കുന്നുണ്ട് അല്ലേ. എന്താ എറർ കാണിക്കുന്നത്, ഫ്ലവർ ഈസ് നോട്ട് ഡിഫൈൻഡ്. ബിക്കോസ് എന്താണ്, നമ്മൾ ഓൾറെഡി ഇവിടെ ഫ്ലവർ എന്ന ടപ്പിൾ ഡിലീറ്റ് ചെയ്തു. ഇനി കോൾ ചെയ്താലേ വരുമോ, ഇല്ല. നെക്സ്റ്റ് വരുന്നത് അൺപാക്കിംഗ് ടപ്പിൾ. നമ്മൾ എങ്ങനെയാ ലിസ്റ്റിൽ അൺപാക്ക് ചെയ്തത്, സെയിം മെത്തേഡ് തന്നെയാണ് ഇവിടെയും വരുന്നത്. നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ആനിമൽസ് പ്രിന്റ് ചെയ്ത് കൊടുക്കാം. ആനിമൽ പ്രിന്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ആനിമലിലെ വാല്യൂസ് ആണ് ഇത്രയും. ഇനി എന്ത് ചെയ്യണം, നമുക്ക് ഇതിനെ
അൺപാക്ക് ചെയ്യണം അല്ല, ഇതൊരു പാക്കിംഗ് ആയിട്ടല്ല വന്നിട്ടുള്ളത്. സോ ഇതിനെ അൺപാക്ക് ചെയ്യണം. അതായത് ഓരോ വേരിയബിളിനെയും നമുക്ക് വിളിക്കാൻ പറ്റണം, കോൾ ചെയ്യാൻ പറ്റണം. സോ ഇതിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്? 1 2 3 4 5 6 മെമ്പേഴ്സ് ഉണ്ട്. സോ 6 വേരിയബിൾസ് നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, സോ ABCDEF 6 മെമ്പേഴ്സ് ആയി. ഓക്കെ, ദെൻ ഈക്വൽ ടു ഏതിലെ വാല്യൂസ് ആണ് നമ്മൾ ബിക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നത്? ആനിമൽ എന്ന ടപ്പിളിലെ വാല്യൂസ് അല്ലേ? അപ്പം എന്താ വരുന്നതെന്ന് നോക്കാം. ഇത് റൺ ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് പ്രിന്റ് എ കൊടുക്കാം. ഓക്കെ, പ്രിന്റ് എ കോൾ ചെയ്താൽ എന്താ വരുന്നത് നമുക്ക് നോക്കാം. ടൈഗർ കണ്ട. അപ്പം നമ്മൾ എന്താ ചെയ്തത്? ABCDEF എന്ന വാല്യൂസിന് അനിമൽ എന്ന ടപ്പിളിലെ ഓരോ വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. സോ A കോൾ ചെയ്താൽ എന്ത് വരും? ടൈഗർ വരും. B കോൾ ചെയ്താൽ ലയൺ. C കോൾ ചെയ്താലോ ബണ്ണി. ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ജസ്റ്റ് ഒന്ന് നമുക്ക് F കോൾ ചെയ്യാം. പ്രിന്റ് F. ഓക്കെ, ഇങ്ങനെയാണ് എന്ത് അൺപാക്കിംഗ് വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്താ പറയുന്നത്? അൺപാക്കിംഗ് യൂസിങ് ആസ്ട്രിക്. അതായത് നമ്മുടെ ആനിമൽ എന്ന ടപ്പിളിൽ 6 വാല്യൂസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? ഇനി നമ്മുടെ കയ്യിൽ ഇപ്പോൾ പുതുതായിട്ട് XYZ ഇത്രയും വേരിയബിൾസേ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. നമ്മുടെ ആനിമലിലാണെങ്കിൽ എന്തുണ്ട്? 6 വാല്യൂസും ഉണ്ട്. ഓക്കെ, അപ്പം എന്ത് ചെയ്യും? നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പ്രിന്റ് എക്സ് കോൾ ചെയ്താൽ എന്തായിരിക്കും വരിക? എറർ വരും അല്ലേ? അൺപാക്ക് ചെയ്യാൻ ഇനിയും 3 വാല്യൂസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ അതിന് എന്ത് ചെയ്തിട്ടില്ല? അൺപാക്ക് ചെയ്തിട്ടില്ല. അങ്ങനത്തെ കേസിൽ എറർ വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് വാല്യൂ എക്സിന് അസൈൻ ചെയ്ത് കൊടുക്കും. ആൻഡ് സെക്കൻഡ് വാല്യൂവിന് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ സ്റ്റാർ ഇട്ട് കൊടുക്കും. ഓക്കെ, ഇവിടെ സ്റ്റാർ ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ കൊടുത്താൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ എക്സിന് ആനിമലിലെ ഫസ്റ്റ് വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കും. ആൻഡ് സെഡിന് ആനിമൽ എന്ന ടപ്പിളിലെ ലാസ്റ്റ് വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കും. ഓക്കെ, ദെൻ ഈ സ്റ്റാർ ഉണ്ടല്ലോ, സ്റ്റാർ ഓപ്പറേറ്റർ ഉള്ള വേരിയബിളിന് ബാക്കി ഏതൊക്കെ വാല്യൂസ് ഉണ്ടോ അതൊക്കെയും ആർക്ക് അസൈൻ ചെയ്ത് കൊടുക്കും? ഈ സ്റ്റാർ ഉള്ള വേരിയബിളിന് അസൈൻ ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇനി ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. എന്താ എറർ വന്നിട്ടുള്ള? ഇൻവാലിഡ് സിൻടാക്സ് എന്നാണ്. സോ നമ്മളെ സ്റ്റാർ ഇട്ട പ്ലേസ് മാറിപ്പോയി. വേരിയബിളിന്റെ ഫ്രണ്ടിലാണ് നമ്മൾ സ്റ്റാർ കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി റൺ ചെയ്ത് നോക്കാം. കണ്ടോ, എക്സിന് എന്ത് വന്നു? ടൈഗർ എന്ന വാല്യൂ വന്നു. നമുക്ക് പ്രിന്റ് സെറ്റ് നോക്കാം. കണ്ടോ, പ്രിന്റ് സെറ്റിന് ഏത് വാല്യൂ കൊടുത്തിട്ടുള്ളത്? ലാസ്റ്റ് വാല്യൂ, അതായത് 34 ആണ് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റാർ ഇട്ട വേരിയബിൾ പ്രിന്റ് ചെയ്ത് നോക്കാം. അതായത് നമ്മൾ സ്റ്റാർ എന്തിനാ കൊടുത്തത്? വൈക്കാണ് അല്ലേ? സോ വൈ പ്രിന്റ് ചെയ്ത് നോക്കാം. കണ്ടോ, ലയൺ, ബണ്ണി, 1 7. ബാക്കി വന്ന അത്രയും വാല്യൂസ് ആർക്ക് കൊടുത്തു? വൈ എന്ന വേരിയബിളിന് കൊടുത്തു. അപ്പം ആസ്ട്രിക് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വേരിയബിൾസ് നമ്മൾ ന്യൂലി അൺപാക്കിംഗ് ചെയ്യുമ്പോൾ വേരിയബിൾസിൽ കുറവുണ്ടെങ്കിൽ നമുക്ക് എന്ത് വരും? എറർ വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റാർ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താ വരുന്നത്? ചെക്ക് ഇഫ് ഐറ്റം എക്സിസ്റ്റ്. അതും ലിസ്റ്റിലത്തെ സെയിം സംഭവമാണ് ഇൻ എന്ന ഫംഗ്ഷൻ വെച്ചിട്ട് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇഫ് എന്താണ് ആനിമലിലാണെങ്കിൽ ലയൺ അല്ലേ? ലയൺ ഇൻ ഏതിലാണ്? ആനിമൽ. ഇഫ് ലയൺ ഇൻ ആനിമൽ എന്ത് ചെയ്യണം? പ്രിന്റ്
യെസ് ഇറ്റ് ഈസ് എന്ന് പ്രിന്റ് ചെയ്യാം. ജസ്റ്റ് റൺ ചെയ്യാം. എറർ വന്നിട്ടുള്ള ലയൺ എന്താണ്? സ്ട്രിങ് ആണ്. സോ സ്ട്രിങ്ങിന്റെ രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? മെൻഷൻ ചെയ്യണം. കേട്ടോ, ലയൺ ആനിമൽ എന്ന ടപ്പിളിൽ ഉള്ളത് കൊണ്ട് എന്ത് വന്നു? നമുക്ക് യെസ് എന്ന് പ്രിന്റ് ചെയ്ത് വന്നു അല്ലേ? നമ്മൾ ഇല്ലാത്ത ആനിമലിനാണ് കൊടുക്കുന്നതെങ്കിലോ ഫോക്സ് ഇട്ട് കൊടുക്കാം. ഓക്കെ, കണ്ടോ, ഒന്നും പ്രിന്റ് ചെയ്ത് വന്നില്ല. ബിക്കോസ് എന്താണ്? ഫോക്സ് ആനിമലിൽ ഇല്ലാത്തത് കൊണ്ടാണ്. ഓക്കെ, എൽസ് പാർട്ട് കൊടുത്താൽ നോ എന്ന് പ്രിന്റ് ചെയ്ത് തരും. നമ്മൾ ലിസ്റ്റിൽ ചെയ്തതുപോലെ തന്നെ സെയിം ആണ്. ചെയ്ത് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ചേഞ്ച് ടപ്പിൾ വാല്യൂ. എങ്ങനെയായിരിക്കും ടപ്പിൾ വാല്യൂ ചേഞ്ച് ചെയ്യാൻ പറ്റും? നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞു എന്താണ്? ടപ്പിളിൽ മോഡിഫിക്കേഷൻ പോസിബിൾ അല്ല എന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ എങ്ങനെയാ ടപ്പിളിലെ വാല്യൂസ് ചേഞ്ച് ചെയ്യാൻ പറ്റുക? അങ്ങനെ ടപ്പിളില് വാല്യൂ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ആ ടപ്പിളിനെ ലിസ്റ്റിലോട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് ലിസ്റ്റ് മ്യൂട്ടബിൾ ആണ് അല്ലെ? മോഡിഫിക്കേഷൻസ് ഒക്കെ പോസിബിൾ ആണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടപ്പിളിനെ ലിസ്റ്റിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് എന്തൊക്കെ മോഡിഫിക്കേഷൻസ് വേണോ അതൊക്കെയും ലിസ്റ്റ് യൂസ് ചെയ്തിട്ട് ചെയ്യണം. നെക്സ്റ്റ് എന്ത് ചെയ്യുക? ആ ലിസ്റ്റിനെ, അതായത് മോഡിഫിക്കേഷൻ ചെയ്ത ലിസ്റ്റിനെ ടപ്പിളിലേക്ക് വീണ്ടും ചേഞ്ച് ചെയ്യാം. ഇപ്പോഴെന്തായി? നമ്മൾ ടപ്പിളിൽ മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് ഒരു മോഡിഫിക്കേഷൻ ടപ്പിള് കിട്ടി അല്ലെ? സെയിം വേരിയബിൾ നെയിമിൽ ആ ടപ്പിള് നമുക്ക് എന്തായി? മോഡിഫിക്കേഷൻ ചെയ്ത് കിട്ടി. പറയുന്നത് എന്താണ്? ടപ്പിളിന് മോഡിഫിക്കേഷൻ നടത്താൻ പറ്റില്ല. ഡയറക്റ്റ് മോഡിഫിക്കേഷൻ ഇമ്പോസിബിൾ ആണ്. ബട്ട് എന്ത് ചെയ്യാം? ലിസ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മോഡിഫിക്കേഷൻ ചെയ്യാം. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പം എന്താ, ഞാൻ ലിസ്റ്റ് 1 എന്ന് കൊടുക്കുകയാണ് വേരിയബിൾ നെയിം. ഓക്കെ, ലിസ്റ്റ് 1 എന്ത് ചെയ്യണം? ഏത് ടപ്പിളിനെയാണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത്? ഇപ്പൊ ഞാൻ ആനിമൽ ആണ് ഇതുവരെ ചെയ്തിട്ടുള്ളത്. സോ ആനിമലിനെ യൂസ് ചെയ്തിട്ട് തന്നെ ചെയ്യാം. അപ്പം ആനിമൽ എന്ന ടപ്പിളിലെ വാല്യൂസ് എനിക്ക് ചേഞ്ച് ചെയ്യണം, റിമൂവ് ചെയ്യണം, ഇൻസേർട്ട് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഈ ആനിമൽ എന്ന ടപ്പിളിനെ ലിസ്റ്റിലോട്ട് കൺവേർട്ട് ചെയ്യും. അതിന് വേണ്ടിയിട്ട് ഒരു ന്യൂ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ന്യൂ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ലിസ്റ്റ് ഓഫ് ഏത് ടപ്പിളാണോ കൺവേർട്ട് ചെയ്യേണ്ടത് ആ ടപ്പിളിന്റെ നെയിം. ഇത് മീനിങ് എന്താണ്? ആനിമൽ എന്ന ടപ്പിളിനെ ലിസ്റ്റായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ലിസ്റ്റ് 1 എന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യാനാണ് ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഓക്കെ, നമുക്ക് പ്രിന്റ് ചെയ്ത് വെക്കാം. ജസ്റ്റ് എന്താണ് ഇപ്പൊ പ്രിന്റ് ചെയ്യേണ്ടത്? ആനിമൽ ആണോ പ്രിന്റ് ചെയ്യേണ്ടത്? അല്ല, ലിസ്റ്റ് 1 ആണ് പ്രിന്റ് ചെയ്യേണ്ടത്. ആനിമൽ എന്ന ടപ്പിള് നമ്മൾ ലിസ്റ്റ് ആക്കിയിട്ട് എവിടെ കൊടുത്തു? ലിസ്റ്റ് 1 കൊടുത്തു. സോ ലിസ്റ്റ് 1 പ്രിന്റ് ചെയ്യുക. കണ്ടോ, ആനിമലിലെ വാല്യൂസ് ഒക്കെ ലിസ്റ്റ് ആയിട്ട് എവിടെ വന്നു? ലിസ്റ്റ് 1 എന്ന വേരിയബിളിലോട്ട് ക്രിയേറ്റ് ചെയ്ത് വന്നു. ഇനി നമുക്ക് ഈ ലിസ്റ്റ് 1 എന്ത് തരം മോഡിഫിക്കേഷൻ വേണമെങ്കിലും ചെയ്യാം. ഇപ്പോഴ് ഞാൻ ഈ 1 എന്നുള്ള പ്ലേസിൽ എനിക്കിപ്പം വേറൊരു ആനിമലിന്റെ നെയിം ആണ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ലിസ്റ്റ് 1 ഓഫ് ഇത് ഏത് ഇൻഡെക്സ് ആയിരുന്നു? 0 1 2 3 അല്ലേ? ഇങ്ങനെയും നമുക്ക് ചെയ്യാം. അല്ലെങ്കിലോ ബാക്ക് കൗണ്ട് ചെയ്യാം. ഇതെന്തായിരുന്നു? -1 -2 -3 അങ്ങനെ നെഗറ്റീവ് വാല്യൂ ഇൻഡെക്സ് ആയിട്ടും കോൾ ചെയ്യാം. ഈക്വൽ ടു, അപ്പൊ 1 പകരം ഞാനിപ്പം ഫോക്സ് എന്ന് ചേഞ്ച് ചെയ്യാണ് വാല്യൂ. ഓക്കെ, ദെൻ ലിസ്റ്റ് 1 പ്രിന്റ് ചെയ്ത് നോക്കാം. എന്താ ചേഞ്ച് ആയോ? ഓക്കെ, കണ്ടോ, 1 പ്ലേസിൽ എനിക്ക് എന്ത് കിട്ടി? ഫോക്സ് എന്ന് കിട്ടി. ചേഞ്ച് ആയി വന്നു, വാല്യൂ ചേഞ്ച് ആയിട്ട് വന്നു. അപ്പൊ ഇൻഡെക്സ് നമ്പർ കൊടുക്കുമ്പോഴും നമുക്ക് ഇങ്ങനെയും എന്താ ഇൻഡെക്സ് നമ്പർ കൗണ്ട് ചെയ്തിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ബാക്ക് ഒന്ന് ഇൻഡെക്സ് നമ്പർ കൗണ്ട് ചെയ്യാം. ബട്ട് ശ്രദ്ധിക്കേണ്ടത്
ഫ്രം ലെഫ്റ്റ് ആണെങ്കിൽ 0 തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം, റൈറ്റ് ആണെങ്കിൽ -1 തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ലിസ്റ്റിൽ ഞാൻ എന്ത് ചെയ്തു, 1 എന്ന വാല്യൂ ചേഞ്ച് ചെയ്തു. ഇനി ഒരു ന്യൂ വാല്യൂ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിലോ നമുക്ക് ഇൻസേർട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അപ്പൻഡ് യൂസ് ചെയ്യാം അല്ലേ. സോ ഇൻസേർട്ട് ചെയ്തിട്ട് നോക്കാം. എങ്ങനെയാ ഇൻസേർട്ട് ചെയ്യാം, നമ്മൾ ലിസ്റ്റിൽ എങ്ങനെയായിരുന്നു ഇൻസേർട്ട് ചെയ്തത്? ലിസ്റ്റ് 1 ഡോട്ട് അപ്പൻഡ് അല്ലേ, ഇങ്ങനെയല്ലേ അപ്പൻഡ് ചെയ്തത്? ലിസ്റ്റ് 1 ഡോട്ട് അപ്പൻഡ് ഓഫ്, എന്താണ് അപ്പൻഡ് ചെയ്യേണ്ടത്? ന്യൂ വാല്യൂ എന്തെങ്കിലും കൊടുക്കാം. ഓക്കെ, ഇപ്പം എന്താ കൊടുക്കുക? സീബ്ര കൊടുക്കാം. ഓക്കെ, സീബ്ര എന്നുള്ള ന്യൂ വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് 1 ഒന്ന് പ്രിന്റ് ചെയ്യാം അല്ലേ, ലിസ്റ്റ് 1. ഓക്കെ, അപ്പം നമ്മൾ ന്യൂ വാല്യൂ അപ്പൻഡ് ചെയ്ത് കൊടുത്തു. അപ്പൻഡ് ചെയ്താൽ ലിസ്റ്റിന്റെ ലാസ്റ്റിലാണ് ഇൻസേർട്ട് ചെയ്ത് വരിക എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ ന്യൂ വാല്യൂ നമുക്ക് അപ്പൻഡ് ചെയ്യാൻ പറ്റി. ഇനി ഇൻസേർട്ട് ഫംഗ്ഷൻ നോക്കാം. എങ്ങനെയാ ഇൻസേർട്ട് ചെയ്യാം? ലിസ്റ്റ് 1 ഡോട്ട് ഇൻസേർട്ട് ചെയ്യുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? ഫസ്റ്റ് ഇൻഡെക്സ് വാല്യൂ വേണം മെൻഷൻ ചെയ്യാൻ. ഇപ്പോഴ് എനിക്ക് 0 1 2 ഈ ബണ്ണിയുടെ പ്ലേസിലാണ് ന്യൂ വാല്യൂ വേണ്ടതെങ്കിൽ എന്ത് ചെയ്യണം? 2 ആണ് ഇൻഡെക്സ് നമ്പർ അല്ലേ, 2. ദെൻ ഏത് വാല്യൂ ആണ് എനിക്ക് ചെയ്യേണ്ടത്? ആ വാല്യൂ. ഇപ്പൊ എന്താ കൊടുക്കുക? ഡോങ്കി കൊടുക്കാം. ഓക്കെ, ന്യൂ വാല്യൂ ഇൻഡെക്സ് 2ലാണ് വരേണ്ടതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇൻസേർട്ട് യൂസ് ചെയ്യുമ്പോൾ ആദ്യം ഇൻഡെക്സ് വാല്യൂ കൊടുക്കുക, നെക്സ്റ്റ് ന്യൂലി നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട വാല്യൂ കൊടുക്കുക. പ്രിന്റ് ചെയ്ത് നോക്കുക. ഇത് കണ്ടോ അവിടെ ഡോങ്കി, നമ്മൾ ഇൻഡെക്സ് നമ്പർ 2 ആണ് പറഞ്ഞത്, 2ൽ തന്നെ എന്ത് വന്നു? ഡോങ്കി ഇൻസേർട്ട് ആയിട്ട് വന്നു. ബാക്കിയൊക്കെയും ബാക്ക് ബൈ ബാക്ക് ആയിട്ട് പോയി. ഓക്കെ, അപ്പൊ ഇൻസേർട്ട് ചെയ്തു, അപ്പൻഡ് ചെയ്തു. ഇനി നമുക്ക് റിമൂവും കൂടി ചെയ്ത് നോക്കിയാലോ? റിമൂവും കൂടി ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ലിസ്റ്റ് 1 ഡോട്ട് റിമൂവ്. എന്താ റിമൂവ് ചെയ്യേണ്ടത്? 7 റിമൂവ് ചെയ്യും. ഓക്കെ, ലിസ്റ്റ് 1 കണ്ടോ, 7 റിമൂവ് ആയിട്ട് പോയി. ഇത്രയും മോഡിഫിക്കേഷൻസ് നമ്മൾ എന്ത് ചെയ്തു? ടപ്പിളിനെ ലിസ്റ്റ് ആക്കി കൺവേർട്ട് ചെയ്തിട്ട് ചെയ്തു അല്ലേ. ഇനി നമുക്ക് ഇതിനെ വീണ്ടും ടപ്പിളായിട്ട് തന്നെ വേണം. അപ്പോഴെന്താ ചെയ്യുക? നേരത്തെ പോലെ തന്നെ ആനിമൽ ഈക്വൽ ടു ടപ്പിൾ ഓഫ് ലിസ്റ്റ് 1. വീണ്ടും ആനിമലിലോട്ട് ഈ ലിസ്റ്റ് 1 എന്ത് ചെയ്ത് കൊടുക്കണം? ടപ്പിളായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അസൈൻ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെയല്ലേ നമ്മൾ ലിസ്റ്റ് ആക്കിയത് അല്ലേ. സോ ഇനി ആനിമൽ പ്രിന്റ് ചെയ്തു കണ്ടോ. അപ്പം നമ്മൾ ലിസ്റ്റ് ആക്കിയിട്ട് മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തിയിട്ട് എന്ത് ചെയ്തു? അതിനെ വീണ്ടും ടപ്പിളാക്കിയിട്ട് നേരത്തെ മുമ്പുണ്ടായിരുന്ന വേരിയബിളിലേക്ക് തന്നെ അസൈൻ ചെയ്ത് കൊടുത്തു. നമുക്ക് എന്തായി കിട്ടി? ആഫ്റ്റർ മോഡിഫിക്കേഷൻ ആനിമൽ എന്ന ടപ്പിൾ കിട്ടി. ഇങ്ങനെയാണ് ടപ്പിളിൽ മോഡിഫിക്കേഷൻ പോസിബിൾ ആക്കുന്നത്. ഓക്കെ, ഇതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്താ? ആഡ് ഐറ്റം, കൺവേർട്ട് ടു ലിസ്റ്റ്, എന്നിട്ട് എന്ത് ചെയ്യാം? മോഡിഫിക്കേഷൻ വരുത്തിയതിനു ശേഷം വീണ്ടും ടപ്പിളിലോട്ട് കൺവേർട്ട് ചെയ്യും. പിന്നെന്താ പറഞ്ഞിട്ട്? ടപ്പിൾ ആർ അൺചേഞ്ച്ഡ് സോ കനോട്ട് റിമൂവ് ഐറ്റംസ് ഫ്രം ഇത് സെയിം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെന്താ? നമുക്ക് ഡിലീറ്റ് ചെയ്യാം അല്ലേ. മോഡിഫിക്കേഷൻ ആണ് ഇമ്പോസിബിൾ എന്ന് പറഞ്ഞിട്ടുള്ളത്, പക്ഷെ നമുക്ക് ഡിലീറ്റ് പോസിബിൾ ആണ്. എങ്ങനെയാണ് ഡിലീറ്റ് പോസിബിൾ ആവുന്നത്? ഡെൽ എന്ന കീവേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡെൽ യൂസ് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് നം എന്ന ടപ്പിള് എന്ത് ചെയ്യാം? ഡിലീറ്റ് ചെയ്യാം.
ആദ്യം റൺ ചെയ്ത് നോക്കാം. എന്തായി? ഡിലീറ്റ് ആയിട്ടുണ്ടാവും. ഇനി ഇതുണ്ടോ നോക്കാം. കണ്ടോ? ഇല്ല. എന്താണ് പറഞ്ഞിട്ട് എറർ വന്നിട്ടുള്ളത്? നെയിം നം ഈസ് നോട്ട് ഡിഫൈൻഡ്. അതായത് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത നം എന്ന ടപ്പിള് ഡിലീറ്റ് ആയിട്ട് പോയി. ഓക്കെ, പിന്നെന്താ? ഇതെന്താന്ന് വെച്ചാൽ നമ്മൾ ഒരു ടപ്പിള് ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ എന്താ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് അത് വരണം. മീൻസ് സെയിം വാല്യൂ പിന്നെയും റിപ്പീറ്റ് ചെയ്ത് വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ സ്റ്റാർ യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഇപ്പം ഫ്രൂട്ട്സ് സ്റ്റാർ 2 എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സിലെ വാല്യൂസ് ഒക്കെ ടു നമ്പേഴ്സ് ആയിട്ട് വരും. അതായത് ആപ്പിൾ റിപ്പീറ്റ് ചെയ്യും, ബനാന 2 ടൈംസ് റിപ്പീറ്റ് ചെയ്യും, ചെറി 2 ടൈംസ് റിപ്പീറ്റ് ചെയ്യും. ഇനി 3 എന്നുള്ള വാല്യൂസ് കൊടുത്താലോ 3 ടൈംസ് ആയിട്ട് ഓരോ വാല്യൂസും റിപ്പീറ്റ് ചെയ്ത് വരും. ഇത് കണ്ടോ? ആപ്പിൾ 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 3 ടൈംസ് ആപ്പിൾ ഉണ്ട്. അതുപോലെ ബനാന. അപ്പം ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ടുള്ള വാല്യൂസ് ടപ്പിളിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് ടപ്പിൾ മെത്തേഡ്സ് ആണ്. എന്തൊക്കെയായിരുന്നു ടപ്പിൾ മെത്തേഡ്സ്? കൗണ്ട് അല്ലെ? കൗണ്ട് എന്താ റിട്ടേൺ ചെയ്യുന്നത്? എത്ര ഐറ്റംസ് ഉണ്ടെന്ന്. ഓക്കെ, ഇൻഡെക്സ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഒരു ടപ്പിളിലെ വാല്യൂ റിട്ടേൺ ചെയ്യാൻ വേണ്ടി അല്ലെ? ഇൻഡെക്സ് നമ്പർ വെച്ചിട്ട് റിട്ടേൺ ചെയ്യാനും മോഡിഫിക്കേഷൻസ് വരുത്താൻ. ഓക്കെ, അപ്പൊ ഇത്രയാണ് ടപ്പിളിൽ വരുന്നത്. സോ ഇതൊക്കെയും ചെയ്ത് നോക്കുക. മോഡിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി ലിസ്റ്റിലോട്ട് കൺവേർട്ട് ചെയ്യുക. ദെൻ വേണ്ട മോഡിഫിക്കേഷൻ ചെയ്തതിന് ശേഷം വീണ്ടും ടപ്പിളിലോട്ട് കൺവേർട്ട് ചെയ്യുക. ഓക്കെ, കോൺകാറ്റിനേഷൻ ഒക്കെ ചെയ്ത് നോക്കുക. ആസ്ട്രിക് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത് ചെയ്ത് നോക്കുക. ആൻഡ് ഇൻ ഫങ്ഷൻ ഇതൊക്കെ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പം നെക്സ്റ്റ് ക്ലാസ് കാണുന്നതിന് മുമ്പ് ഇതൊക്കെ കണ്ടിട്ട് ചെയ്ത് നോക്കിയിട്ട് നെക്സ്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ എപ്പോഴത്തെയും പോലെയും കഴിഞ്ഞ വീഡിയോസിൽ വരെ ആർക്കും ഒരു ഡൗട്ട്സ് ഒന്നുമില്ല. ഈ ക്ലാസ്സും ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഡൗട്ട്സ് ഉണ്ടെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടും ചോദിച്ചിട്ട് തന്നെ നമുക്ക് ഒരു ക്ലാരിറ്റി വരുത്തിയിട്ട് തന്നെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് പോവാം. അല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോസ് കാണുന്നതൊക്കെ വേസ്റ്റ് ആയി പോകും. ഓക്കെ, അപ്പം നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ടും വ്യക്തമായിട്ടും ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.